പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ സ്വന്തം പരമാധികാരവും സൈനിക ശേഷിയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇറാന്റെ ശക്തമായ മുന്നേറ്റമാണ് ലോകം ഇന്ന് വീക്ഷിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾക്കെതിരെ രൂപപ്പെടുന്ന സമ്മർദ്ദ തന്ത്രങ്ങളെ അതീവ ജാഗ്രതയോടെയും കരുത്തോടെയുമാണ് ഇറാൻ നേരിടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ വൈറ്റ് ഹൌസിൽ നടന്ന നിർണായകമായ ഉച്ചകോടിയിൽ ചർച്ചകളുടെ കേന്ദ്രബിന്ദു ഇറാൻ തന്നെയായിരുന്നു എന്നത് ഇത് അടിവരയിടുകയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത ബഹുരാഷ്ട്രീയ തന്ത്രങ്ങൾ രൂപീകരിക്കുന്നതിൽ ഇറാൻ ഉയർത്തുന്ന ശക്തമായ ചെറുത്തുനിൽപ്പും സ്വാധീനവും എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് ഈ കൂടിക്കാഴ്ച വ്യക്തമാക്കുന്നുണ്ട്. വൻ ശക്തികളുടെ നീക്കങ്ങളെ നിഷ്പ്രഭമാക്കുന്ന പ്രതിരോധ തന്ത്രങ്ങളിലൂടെ മേഖലയിലെ മുൻനിര ശക്തിയായി സ്വയം അടയാളപ്പെടുത്താൻ ഇറാന് സാധിച്ചിട്ടുണ്ട്. വൈറ്റ് ഹൌസിൽ ഏകദേശം 90 മിനിറ്റോളം നീണ്ടുനിന്ന തീവ്രമായ ചർച്ചകളിൽ ഇറാനെ പ്രതിരോധിക്കാൻ സാധ്യമായ എല്ലാ വഴികളും അമേരിക്കയും ഇസ്രായേലും ആരായുകയുണ്ടായി. നയതന്ത്ര ചർച്ചകൾ, കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ, സൈനിക ശക്തിയുടെ പ്രയോഗം എന്നിവയടക്കം വിവിധ വിഷയങ്ങൾ ചർച്ചാ മേശപ്പുറത്തുണ്ടായിരുന്നെങ്കിലും ഇറാനുമായി നേരിട്ട് ഒരു വൻ പോരാട്ടത്തിലേക്ക് കടക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ലെന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ തെളിയുന്നത്. മേഖലയിൽ ഇസ്രായേലോ അമേരിക്കയോ എടുക്കുന്ന ഏകപക്ഷീയമായ തീരുമാനങ്ങളെ പോലും നേരിടാൻ പര്യാപ്തമായ വിധത്തിൽ സ്വന്തം പ്രതിരോധ ശേഷിയും മിസൈൽ സാങ്കേതിക വിദ്യയും ശക്തിപ്പെടുത്താൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പാശ്ചാത്യ ശക്തികളുടെ സൈനികാസൂത്രണങ്ങളിൽ വലിയ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട്. നയതന്ത്ര തലത്തിലും സൈനിക ശേഷിയിലും ഇറാൻ കാണിക്കുന്ന ഉറച്ച നിലപാടുകൾ അമേരിക്കയെയും ഇസ്രായേലിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഇറാന്റെ പശ്ചാത്തലത്തിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാത്ത സമീപനമാണ് രാജ്യം സ്വീകരിക്കുന്നത്. അതേസമയം ഇറാനുമായി ചർച്ചകൾ നടത്താൻ ട്രംപിന്റെ ദൂതന്മാരായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും സജീവമായി രംഗത്തുണ്ടെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് ശ്രദ്ധേയമാണ്. മധ്യപൂർവേഷ്യൻ മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഇറാന്റെ പങ്കാളിത്തവും സമ്മതവും ഒഴിവാക്കാനാവാത്തതാണെന്ന് അമേരിക്കൻ ഭരണകൂടം പോലും ആഴത്തിൽ തിരിച്ചറിയുന്നതിന്റെ തെളിവാണിത്. സ്വന്തം ദേശീയ താൽപര്യങ്ങളിലും പരമാധികാരത്തിലും അല്പം പോലും വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ ലോകശക്തികളോട് തടസ്സമില്ലാതെ ആശയവിനിമയം നടത്താനും തങ്ങളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കാനും ഇറാന് സാധിക്കുന്നുണ്ട്. അമേരിക്കൻ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഇറാന്റെ സൈനിക വീര്യത്തിന്റെയും കൃത്യമായ തന്ത്രപ്രധാന മറുപടി നൽകാനുള്ള ശേഷിയുടെയും വ്യക്തമായ സൂചനയായി കണക്കാക്കപ്പെടുന്നു. മേഖലയിലെ ഏതു തരത്തിലുള്ള അധിനിവേശത്തെയും തങ്ങൾക്കെതിരായ ആക്രമണങ്ങളെയും സമാനമായ രീതിയിൽ നേരിടാൻ ഭയമില്ല എന്ന് ഈ കടുത്ത നീക്കത്തിലൂടെ ഇറാൻ ലോകത്തിന് മുന്നിൽ വീണ്ടും തെളിയിക്കുകയാണ്. പരമ്പരാഗത വൻ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ പതറാത്ത ഈ ഉറച്ച നിലപാട് ഇറാൻ രൂപപ്പെടുത്തിയ പ്രതിരോധ തന്ത്രങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ പുതിയൊരു മാനവും ഗൗരവവുമാണ് നൽകിയിരിക്കുന്നത്. ചുരുക്കത്തിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന സാമ്പത്തിക ഉപരോധങ്ങളും നയതന്ത്ര സമ്മർദ്ദങ്ങളും തുടർച്ചയായ സൈനിക ഭീഷണികളും ഒരുപോലെ നേരിടുമ്പോഴും മധ്യപൂർവേഷ്യയിലെ ഏറ്റവും സജീവവും ശക്തവുമായ സാന്നിധ്യമായി തുടരാൻ ഇറാന് സാധിച്ചിട്ടുണ്ട്.